ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഉണ്ടായിരിക്കുന്നത് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ കണ്ട ഒരു കമൻറ്റിൻ്റെ ഉത്തരമായിട്ടാണ്. കാര്യം ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോയ്ക്കകത്ത് കമൻറ്റിനകത്ത് ഒരു സുഹൃത്ത് വന്ന് ഒരു കമൻറ്റിലൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ഞാൻ അദ്ദേഹത്തിനോട് കമൻറ്റിലൂടെ റിപ്ലൈ ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിൽ വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. കാര്യം അതൊരു നീണ്ട ഒരു കാര്യമാണ്, ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷേ ഈ ഒരു കമൻറ്റ് ഒരുപാട് സുഹൃത്തുക്കൾ പ്രിന്റ് സ്ക്രീൻ എടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിൽ വന്നിട്ട് ഇതിൻ്റെ ആൻസർ ഞങ്ങൾക്കും കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു. അപ്പോൾ ഞാൻ കരുതി ഇതൊരു വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫീഡ്ബാക്ക്, അതായത് എനിക്ക് പറയാനുള്ള എൻ്റെ സ്വന്തമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കുറേ തോട്ട്സുകൾ എല്ലാവർക്കും ഹെൽപ്പ് ആയേക്കാം. ചിലപ്പോൾ ആ പറയുന്നത് 100% ശരിയാകണമെന്നില്ല. അത് മറ്റുള്ള ആൾക്കാർക്ക് തിരുത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് കമൻ്റായിട്ട് വീണ്ടും വരാൻ കഴിയും. ഓക്കെ, അപ്പോൾ എനിവേ ഈ ഒരു ക്വസ്റ്റ്യന് ഇദ്ദേഹം ചോദിച്ച ഈ ഒരു പോയിന്റുകൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ആൻസറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നതും, അല്ലെങ്കിൽ അതിലൂടെ കുറച്ച് UX-മായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് ഹെൽപ്പായ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതും. ഓക്കെ, എനിവേ നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായിരുന്നാൽ തന്നെയും കമൻ്റായിട്ട് ഇവിടെ രേഖപ്പെടുത്താം. എനിവേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിക്കാം. അതായത് ഞാനൊരു UI/UX ഡിസൈൻ തുടക്കക്കാരനാണ്. യൂട്യൂബിൽ ഒരുപാട് ഫ്രീ കോഴ്സുകളുണ്ട്, എന്നാൽ എല്ലാ ചാനലുകളിലും UI ഡിസൈൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. UX ഡിസൈനിങ് എവിടെയും വിശദമായി പഠിപ്പിക്കുന്നില്ല. ഉദാഹരണത്തിന് വയർ ഫ്രെയിം ഡിസൈൻ, UX ഡിസൈൻ ചെയ്യുമ്പോഴുള്ള റൂൾസ് ഒന്നും എവിടെയും പരാമർശിക്കുന്നത് കണ്ടിട്ടില്ല. ദയവ് ചെയ്ത് താങ്കളെങ്കിലും ഇതൊന്ന് പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് അദ്ദേഹം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും ഇത് പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ തന്നെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റിലൂടെ പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മുടെ UX ഡിസൈൻ, UI ഡിസൈൻ എന്ന് പറയുമ്പോൾ UX ഈസ് ഡിഫറൻറ്റ്, UI ഈസ് ഡിഫറൻറ്റ്. അപ്പോൾ നേരത്തെ മുൻകാലങ്ങളിൽ ഒരു 1-2 വർഷത്തിന് മുമ്പേയൊക്കെ നമ്മൾ UX UI എന്നോ UI/UX എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് എല്ലാം കൂടെ ചേർന്ന് ഏതോ ഒറ്റ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒറ്റ ഡിസൈൻ ആണെന്നായിരുന്നു ഒരു സങ്കല്പം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് ജനങ്ങളിലേക്ക് ഇതിൽ കൂടുതൽ അവയർനെസ് വന്നു. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ മനസ്സിലായി UI എന്താണെന്നുള്ളതും UX എന്താണെന്ന് എന്നൊക്കെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മളിപ്പോൾ ഗൂഗിളിൽ തന്നെ വന്നിട്ട് UI/UX ഡിഫറൻസ് ഇൻ മലയാളം എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ 2 വീഡിയോസുകളാണ് ആദ്യം തന്നെ സെർച്ചിൽ വരുന്നത്. അതായത് ഒരുപാട് ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. ആ സെർച്ച് ചെയ്തതിന്റെ റിസൾട്ടായിട്ട് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കണ്ട് UI കുറിച്ചും UX-നെ കുറിച്ചുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ UX ഈസ് ഡിഫറൻറ്റ്, UI ഈസ് ഡിഫറൻറ്റ് എന്നുള്ളത് ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു തെളിവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. കാര്യം UI/UX എന്ന് പറയുമ്പോൾ UX-നെ കുറിച്ച്, അതായത് യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ച് പല വീഡിയോകളിലും കൂടുതലായിട്ട് പറയുന്നില്ല, മറിച്ച് കൂടുതലും ഇന്റർഫേസ് ഡിസൈനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരുപാട് ചാനൽസുകളായിരുന്നാലും ഒരുപാട് ആർട്ടിക്കിൾസുകളായാലും വെബ്സൈറ്റുകളായാലും ഒക്കെ തന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരിലേക്കും പെട്ടെന്ന് ഓടിയെത്തുന്നത് അതിൻ്റെ ഇന്റർഫേസ്, അതായത് അതിനെ ഫസ്റ്റ് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ലുക്ക് അഥവാ യൂസർ ഇന്റർഫേസ് ആണ് എന്നുള്ളതാണ് സത്യം. ആരോടൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് ഫസ്റ്റിലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതിൻ്റെ കളറ്, അല്ലെങ്കിൽ അതിൻ്റെ ഫോണ്ട്, അതിൻ്റെ ഇമേജസ്, അതിൻ്റെ എങ്ങനെയാണോ അതിൻ്റെ ബ്യൂട്ടി ഇരിക്കുന്നത്, ആ ഒരു ബ്യൂട്ടിയാണ് എല്ലാവരിലേക്കും എത്തുന്നത്. അതാണ് നമ്മുടെ UI അഥവാ യൂസർ ഇന്റർഫേസ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് സൈഡിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ വീണ്ടും വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരുപാട് ചിന്തിച്ചും ഒരുപാട് വായിച്ചും മനസ്സിലാക്കിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നമുക്ക് പെട്ടെന്നൊരു ഷോർട്ട് കട്ട് വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. മറിച്ച് ഒരു ഡിസൈൻ ചിലപ്പോൾ നിങ്ങൾക്കൊരു ടൂൾ പഠിച്ചുകൊണ്ട്, ഒരു അഡോബ് XD ഒരു ഫിഗ്മയൊക്കെ പഠിച്ചുകൊണ്ട് കുറച്ച് കളറൊക്കെ ഇടാൻ നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ പോലും ചിലപ്പോൾ നമുക്ക് ഒരു ഇന്റർഫേസ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസൈൻ മേഖലയിലേക്ക് വരാൻ കഴിഞ്ഞു എന്നിരിക്കാം. പക്ഷേ യൂസർ എക്സ്പീരിയൻസിൽ നമുക്ക് തനതായ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണമെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് അറിവുകൾ ഉണ്ടാക്കേണ്ടി വരും. ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് തന്നെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് UX-നെ കുറിച്ച് പറയുമ്പോൾ ഒരു പരമപ്രധാനമായിട്ട് പറയാനുള്ളത്. UX എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രോബ്ലം സോൾവിംഗ് ആണ്. അതായത് ഒരു പ്രോബ്ലം കണ്ടെത്തി അതിനെ ഒരു നല്ലൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത് കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിലുള്ള കുറച്ച് ഇന്റേണൽ ആയിട്ടുള്ള കുറേ നോളജുകളുടെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ UX എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പല ആൾക്കാരും പുതിയതായിട്ട് വരുമ്പോൾ UX-നെ കുറിച്ച് അവർക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻസുകളാണ്. നമ്മൾ ട്യൂട്ടോറിയൽസിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെയും പല ആൾക്കാരും
പല പല ആർട്ടിക്കിൾ വായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ NN ഗ്രൂപ്പിൻ്റെ ആർട്ടിക്കിൾസ് വായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്ന IDF വായിക്കണം. അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുണ്ടെങ്കിലും ഇതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ പല പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് എവിടെ നിന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്താണ് എന്നുള്ളത് പല സ്ഥലങ്ങളിൽ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പറയപ്പെടുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും യൂസർ എക്സ്പീരിയൻസ് അഥവാ UX ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളിലും ഒരുപോലെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ 1000 കമ്പനി ഇപ്പോൾ UX ചെയ്യുന്ന കമ്പനികളുണ്ടെങ്കിൽ ഈ 1000 കമ്പനികളിലും ഒരേ രീതിയിലല്ല ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി അവർ സമീപിക്കുന്നതും അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്തുകൊണ്ട് അതിന് നല്ലൊരു വയർ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നതും. ഇതിൻ്റെ പിന്നിൽ പല ആൾക്കാരും ചിന്തിക്കുന്ന രീതി അല്ലെങ്കിൽ അതിനുവേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ട് മാറി വരും. ഒരു കമ്പനിയിലുള്ള അതേ മെത്തേഡ് തന്നെയല്ല മറ്റൊരു കമ്പനിയിൽ ചെയ്യുന്നത്. ചിലപ്പോൾ അവിടെ ചെയ്യുന്ന അതേ മെത്തേഡ് ആയിരിക്കില്ല മറ്റൊരു കമ്പനിയിൽ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡിസൈൻ തിങ്കിങ്ങിൽ 5 പോയിന്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അഥവാ ആരെങ്കിലും ഡിസൈൻ തിങ്കിങ്ങിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാരണം ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു 5 ഘട്ടങ്ങൾ, ആ ഒരു 5 പോയിന്റുകൾ തീർച്ചയായിട്ടും എല്ലാ ഡിസൈനേഴ്സും ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം ഇത്രത്തോളം ഒരു ഫ്ലോയിലൂടെ അല്ലെങ്കിൽ അത്രയും മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നത്. ഓക്കെ, എനിവേ UX എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തിയററ്റിക്കലി പഠിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബേസ്മെന്റ് ഞാൻ തരാം. അപ്പോൾ ആ ഒരു ബേസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓരോ കമ്പനികളിലും ഇന്ന് ഇന്റർനാഷണൽ ലെവലിലുള്ള ഏതൊരു കമ്പനികൾ എടുത്താലും അവിടെയൊക്കെ തന്നെ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡുകൾ പല രീതിയിലുണ്ട്. അതിനെക്കുറിച്ച് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരുപാട് കാട് കയറി തന്നെ സംസാരിക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. പക്ഷെ ഇതെല്ലാം പഠിച്ചിട്ടാണോ ഒരു കമ്പനിയിൽ ഒരാൾ UX ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% പഠിച്ചിട്ടല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാര്യം ഇത് പഠിച്ച് തീർക്കാൻ മാത്രം പറ്റുന്ന ഒരു വിഷയമല്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോഴ്സ് എടുത്ത് ഒരു പീരീഡിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ പുസ്തകം പോലെ എഴുതി വെച്ച് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ UX പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ തലച്ചോറിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വരുന്നൊരു കാര്യമാണ് ഒരു യൂസറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിന് വേണ്ടുന്ന കുറേ തിയററ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനുള്ള കുറച്ച് ടെക്നിക്കൽ അല്ലെങ്കിൽ അതിനുള്ള കുറച്ച് മെത്തേഡ്സുകളാണ് നമ്മൾ പുസ്തകങ്ങളിലൂടെയും മറ്റ് ആർട്ടിക്കിൾസുകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയൊക്കെ വായിച്ച് പഠിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, എനിവേ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസൈൻ തിങ്കിങ്ങിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ആദ്യം തന്നെ നിങ്ങളൊന്ന് കണ്ടിരിക്കണം. അതിനുശേഷം UX UI ഡിഫറൻസുകൾ, ഇൻ കേസ് ആരെങ്കിലും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UI UX ഡിഫറൻസ് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം എനിക്ക് നിങ്ങളോട് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹാർഡ് കയറി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഒരു വെബ്സൈറ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഈ ഒരു UX-നെ കുറിച്ച്, യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ചും അതിൻ്റെ ഒരു UX മെത്തേഡിനെ കുറിച്ചും അല്ലെങ്കിൽ ടൂൾസുകളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ബേസ്മെന്റ് തരാൻ സഹായിച്ചേക്കും. അപ്പോൾ ഏതാണ് ആ വെബ്സൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ uxtools.co എന്ന് പറയുന്നൊരു വെബ്സൈറ്റിലെ UX ചലഞ്ചസ് എന്ന് പറയുന്നൊരു സെഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ആയിട്ട് ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം, നേരത്തെ പറഞ്ഞു ഞാൻ ഡിസൈൻ തിങ്കിങ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഡിസൈൻ തിങ്കിങ്ങിന്റെ വീഡിയോ കാണുക. അതിനുശേഷം ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം. ഇതിനകത്ത് കുറച്ച് ചലഞ്ചസുകൾ അവർ തരുന്നുണ്ട്. അപ്പോൾ ഈ ചലഞ്ചസുകളാണ് നമുക്ക് ഒരു UX എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ UI അഥവാ യൂസർ ഇന്റർഫേസിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ UX അതായത് യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ യൂസർ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട്
കുറെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ അവർ തന്നിരിക്കുന്ന ഓരോ പോയിന്റ്സുകളൊക്കെ തന്നെ ഒന്ന് വായിച്ചു നോക്കുക. പ്രാക്ടീസ് വിത്ത് റിയൽ വേൾഡ് എക്സ്പീരിയൻസ്. ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസിലൂടെ നമുക്കിത് മാക്സിമം പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ട്രെയിൻ യുവർ സെൽഫ് ഇൻ ക്രൂഷ്യൽ സ്കിൽസ് ആൻഡ് ടൂൾസ്. ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് സ്കില്ലുകളും ടൂൾസുകളൊക്കെ പഠിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ടേക്ക് എവേ പോർട്ട്ഫോളിയോ വർത്തി ഡെലിവറബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് ഇവർ തരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ഫോർ ബിഗിനേഴ്സ് ആൻഡ് എക്സ്പേർട്സ് അലൈക്ക്. ഇത് എക്സ്പേർട്ടായ ആൾക്കാർക്കും ബിഗിനേഴ്സായ ആൾക്കാർക്കും അറിഞ്ഞിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് നല്ല പോയിന്റുകളാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ ഒരു വെബ്സൈറ്റിൽ വന്ന് താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ കുറേ ചലഞ്ചസ് അവർ തന്നിട്ടുണ്ട്. ഈ ചലഞ്ചസുകൾ ഇങ്ങനെ കുറേ കാർഡ് ആയിട്ട് ഇങ്ങനെ താഴെ കിടപ്പുണ്ട്. ഇതിൽ ഈ കിടക്കുന്ന ഇത്രയും ചലഞ്ചസുകളുടെ ഒരു കാർഡ്, ഓക്കെ, ഈ കാർഡാണ് നിങ്ങളെ ഇപ്പോൾ മുതൽ യൂസർ എക്സ്പീരിയൻസിന്റെ നല്ല ഒരു ബേസ് തിയറി തരാൻ പോകുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു കമ്പനിയിൽ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ് അഥവാ UX ആർക്കിടെക്ട്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചെയ്യുന്നതിന്റെ ഒരു ബേസ് കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ബേസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു വലിയ അറിവാണ്. കാര്യം ഈ പോയിന്റുകൾ നിങ്ങൾ ഓരോന്നായി വായിച്ചു നോക്കുക. നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഈ കാർഡിലൂടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങളിപ്പോൾ യൂസർ ഒരു ഫസ്റ്റ് സെക്ഷനിലേക്ക് നിങ്ങൾ വന്ന് നോക്കാം. നമുക്ക് ഓരോ കാർഡുകളായിട്ട് നോക്കുകയാണെങ്കിൽ യൂസർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അതിനുശേഷം ജേർണി മാപ്പ്, അതിനുശേഷം കോമ്പറ്റിറ്റീവ് അനാലിസിസ്, അതിനുശേഷം യൂസർ പെർസോണ, എമ്പതി മാപ്പ്, ഇങ്ങനെ ഓരോ കാർഡ്സുകൾ ഇട്ടിരിക്കുന്നു. അതിൽ ചില കാർഡ്സുകളിൽ കളർ മാറ്റമുണ്ട്. അവിടെ അണ്ടർസ്റ്റാൻഡ് എന്ന് ടോപ്പിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന കാർഡ്സിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം മറ്റൊരു കളറിനകത്തായിട്ട് ഐഡിയേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതിക്കുന്നു. അതായത് യൂസർ ഫ്ലോ, വയർ ഫ്രെയിം, ഡിജിറ്റൽ പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു കളറിനകത്തായിട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ടെസ്റ്റിനകത്ത് വേറെ കുറെ പോയിന്റ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കൂടി നമുക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, മനസ്സിലാക്കാം. അതിനുശേഷം ഐഡിയേറ്റ് എന്ന് പറയുന്ന കുറച്ച് പോയിന്റുകളിലൂടെ അതിന് കുറച്ച് ഐഡിയാസുകൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, ആ ഐഡിയാസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ ചെയ്ത സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത സാധനങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന്റെ ശേഷം അടുത്ത കുറച്ച് കാർഡ്സുകളിലാണ് ഇംപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് മറ്റൊരു കളറിൽ പറയാം. ആ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ഒരിടത്തായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതായത് പുറത്തേക്ക് ആ പ്രോഡക്റ്റിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേരണം യഥാർത്ഥത്തിൽ ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഒരു നല്ല ഒരു പ്രോഡക്റ്റ് യൂസർ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇത്രയും പോയിന്റുകളിലൂടെ നമ്മൾ കയറി ഇറങ്ങുമ്പോഴാണ് ഒരു നല്ല പ്രോഡക്റ്റിന്റെ ഒരു എക്സ്പീരിയൻസ് ഒരു തിയററ്റിക്കൽ സൈഡിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഓരോ പോയിന്റുകളിലും വന്ന് ഒരു കാർഡിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന സെക്ഷനിലെ യൂസർ ഇന്റർവ്യൂ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ യൂസർ ഇന്റർവ്യൂ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ബേസ്മെന്റ് തരും. ആ പോയിന്റുകൾ നിങ്ങൾ നല്ലതുപോലെ അതിനൊരു സിനാരിയോ തന്നിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊരു ടാസ്ക് അവർ തരുന്നുണ്ട്, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇനി ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസുകൾ എവിടെയൊക്കെ നിന്ന് കിട്ടും, അതായത് ഏതെല്ലാം മികച്ച വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയൽസ് കിട്ടും എന്നുള്ളത് ഒരു എക്സ്ട്രാ ലിങ്ക് തന്നിട്ടുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരു ലിങ്കിലേക്ക് ഓപ്പൺ ചെയ്യും. അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് വായിക്കാം. ഓക്കെ, ദെൻ അതിന്റെ അതേ റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത ഒരു എക്സ്റ്റേണൽ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ മാത്രം ഉള്ള ലിങ്കുകളാണ് അവർ ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റിൽ, അതായത് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആദ്യത്തെ കാർഡ്, അതായത് യൂസർ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിന്റെ അറിവുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസുകളുടെ ലിങ്കുമാണ് അവർ തന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം അത് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഏതാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ മിറോ ആയാലും നോഷൻ ആയാലും ഒക്കെ താഴെ അതിന് ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദെൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റുകാർ പറയുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഹാഷ് ടാഗും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് കാണാൻ പറ്റും. അവരെ ടാഗ് ചെയ്യുന്നതിന് തുല്യമാണ്. അവർക്ക് ഇത് നിങ്ങൾ അതിന്റെ ഒരു ഉത്തരം കണ്ടുപിടിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹെൽപ്പ് ആയേക്കാം. എനിവേ അതൊരു ടെസ്റ്റാണ് അവർ പറയുന്നത്, ആ റിസൾട്ടിനെ കുറിച്ചൊക്കെ. എനിവേ ടെസ്റ്റിനെ കുറിച്ച് അവിടെ നിൽക്കട്ടെ.
അതിലുപരി നമുക്ക് അറിവുണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്രയും പോർഷൻസ് ഇതെന്താണെന്ന് പറഞ്ഞത് മനസ്സിലാക്കണം, അതിന്റെ ട്യൂട്ടോറിയൽസുകൾ തന്നിരിക്കുന്ന ലിങ്കിൽ പോയി മനസ്സിലാക്കണം. ഇത്രയും കഴിയുമ്പോൾ നമുക്കൊരു യൂസർ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് ഏകദേശം മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരിക. യൂസറിന്റെ അടുത്ത അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്, അതാണ് ജേർണി മാപ്പ്. ആ ജേർണി മാപ്പിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജേർണി മാപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ തരും. അതിനെക്കുറിച്ചുള്ള കുറെ ടാസ്ക് തന്നിട്ടുണ്ട്, അതിന് വേണ്ടുന്ന കുറച്ച് ട്യൂട്ടോറിയൽസ് എക്സ്റ്റേണൽ തന്നിട്ടുണ്ട്, അത് പഠിക്കുക. അങ്ങനെ നിങ്ങൾ ഓരോ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക. അതാണ് നമുക്കൊരു ബിഗിനർ എന്ന നിലയിൽ വളരെ അത്യന്താപേക്ഷിതമായി വേണ്ടുന്നത്. മറിച്ച് നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയലുകൾ പോയി യു എക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കേട്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കയറി നിറയുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉള്ളൊരു വകയുണ്ടാകും. അതിന് വേണ്ടുന്ന ഈ പോയിന്റുകൾ മാത്രം ഇപ്പോൾ നമ്മൾ വരിക, ഈ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള പോയിന്റ്സുകളും അതിന്റെ എക്സ്റ്റേണൽ ലിങ്കുകളും മാത്രം വായിച്ച് പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ യു എക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ആ ഒരു ടെക്നിക്കൽ വേർഡ്സുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ആ വേർഡ്സുകൾ വഴി നിങ്ങൾക്ക് അതിൻ്റെ ഇന്റേണലായിട്ട് ഇറങ്ങിച്ചെന്നാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ യൂസർ പെർസോണ എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമായിട്ടൊരു കാര്യമാണ്. അത് പല ആൾക്കാർക്ക് യു എക്സ് യു ഐ ചെയ്യുന്നവർക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എന്താണ് യു എക്സ്, അതിനകത്ത് യൂസർ പെർസോണയുടെ ആവശ്യകത എന്താണ്, യൂസർ പെർസോണ എവിടേക്കാണ് യൂസർ പെർസോണയെ കുറിച്ച് പറയുന്നത്, അതിന്റെ ട്യൂട്ടോറിയൽസുകൾ എവിടെയൊക്കെയാണ്, അത് മനസ്സിലാക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ 1 by 1 ആയിട്ട് ഈ കാണുന്ന എല്ലാ കാർഡ്സുകളും ഒന്ന് നോക്കി ഈ പോയിന്റുകളെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതിന്റെ ഹൈ റെസൊല്യൂഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മെയിൽ ID അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ PDF അയച്ചു തരും. അതിനൊക്കെയുള്ള ഓപ്ഷനൊക്കെ ഈ വെബ്സൈറ്റിന്റെ താഴെ തന്നിട്ടുണ്ട്. എനിവേ നമുക്ക് അതിലൊക്കെ ഉപരി ഈ ഓരോ കാർഡ്സുകളും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ ഓരോ പോയിന്റുകളും, അതായത് അണ്ടർസ്റ്റാൻഡ്, അതിനുശേഷം ഐഡിയേറ്റ്, അതിനുശേഷം ടെസ്റ്റ്, അതിനുശേഷം ഇംപ്ലിമെന്റ്, ഇത്രയും സെക്ഷനുകളിൽ എന്തെല്ലാം പോയിന്റുകൾ വരുന്നു, അതിൽ വരുന്ന വാക്കുകളും അതിൻ്റെ ഡീറ്റെയിൽസുകളും വായിച്ചും കണ്ട് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സിസ്റ്റമാറ്റിക്കായ അപ്രോച്ച് ഇല്ലാതെ ഒരുപാട് വീഡിയോസിൽ കണ്ടാണ് പല ആൾക്കാർക്കും ഈ യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തോ വലിയ മഹത്തായിട്ടുള്ള എന്തോ ഒരു കാര്യമായിട്ട് നമുക്കൊരു മറ്റൊരു രീതിയിൽ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്താഗതി മാറ്റിയെടുത്തുകൊണ്ട് എല്ലാത്തിനെക്കുറിച്ചും, അതായത് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം നല്ല ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിപ്പറ്റാൻ ഈ ഒരു ചലഞ്ചസ്, അതായത് യു എക്സ് ചലഞ്ചസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് നല്ലൊരു ബേസ്മെന്റ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു എക്സിനെ കുറിച്ച് നല്ലൊരു ബേസ്മെന്റ് കിട്ടും. ഓക്കെ, ആ യു എക്സ് നോളജ് നിങ്ങളുടെ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്, അത് നമുക്കറിയാമല്ലോ. നമ്മുടെ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കളറിങ്ങും മറ്റ് ടൈപ്പോഗ്രാഫി മറ്റ് അതിൻ്റെ ഒരു ഇന്റർഫേസ് ഡിസൈനിങ് കൂടെ ചേരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു യു എക്സ് പ്ലസ് യു ഐ ചേർന്ന് യു എക്സ് യു ഐ ഡിസൈനർ ആകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ യു ഐ മാത്രം ചെയ്യുന്നവർക്ക് യു എക്സിനെ കുറിച്ച് നല്ലൊരു ബേസ്മെന്റ് ഉണ്ടാക്കുക. യു എക്സ് മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് യു ഐയെ കുറിച്ചും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കളർ ആയിരുന്നാലും ടൈപ്പോഗ്രാഫി ആയാലും ഒക്കെ അതിനെക്കുറിച്ചും നമ്മൾ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യു എക്സുകാർക്ക് യു ഐയും അതുപോലെ തന്നെ യു ഐക്കാർക്ക് യു എക്സും കൂടെ പഠിച്ച് എല്ലാത്തിൻ്റെ ഒരു ബേസ്മെന്റ് ലെവൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഫൈലിനെ യു എക്സ് യു ഐ ഡിസൈനർ എന്ന് പറയുന്നതിൽ ഒരു നല്ലൊരു അർത്ഥം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് നോളജുകൾ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്ത് കമൻറ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആ കമൻറ്റ് മറ്റുള്ളവർക്ക് ഹെൽപ്പാകും. അങ്ങനെ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചും ഒക്കെ തന്നെ ഒരുമിച്ച് അങ്ങോട്ട് വളരാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇത് ഹെൽപ്ഫുൾ ആകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, bye guys.